എന്തുകൊണ്ടാണ് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു എനർജി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് മാറാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോട്ട്സ് എന്നുള്ളതാണ്. നമ്മളെ വീഡിയോസ് എല്ലാം തന്നെ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഓരോ ചിന്തകൾക്കും ഓരോ വൈബ്രേഷൻ ലെവലുണ്ട്, അല്ലെങ്കിൽ ഓരോ ഊർജ്ജമുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകൾക്കും നിങ്ങളെ ശരീരത്തിന് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഓരോ ഊർജ്ജങ്ങളാണ് നൽകുന്നത്. നിങ്ങളൊരു നെഗറ്റീവായില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ മാത്രം കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ എന്ത് ഫീലിംഗ് ആണുള്ളത്? വളരെ ഒരു ഊർജ്ജം അനുഭവിക്കില്ല, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അനുഭവിക്കുന്നില്ലേ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചിന്തയാണ് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നല്ല രീതിയിൽ നല്ല ചിന്തകളുണ്ടെങ്കിൽ നല്ല എനർജീസ് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളുടെ ചിന്തകളാണ് നമ്മളായിത്തീരുന്നത്. അതുകൊണ്ട് നിങ്ങളെ എനർജി ലോസ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നെഗറ്റീവായുള്ള ചിന്തകളാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. നമ്മൾ ചിന്തകളെക്കുറിച്ച് എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം തന്നെ കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന വ്യക്തിയാണ്. നോൺ വെജ് ഐറ്റംസ്, അതോടൊപ്പം തന്നെ കുറേ പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, അതോടൊപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോള്, മദ്യപാനം, പുകവലി എന്നുള്ള കാര്യങ്ങളെല്ലാം ആണ് നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു ഘടനയുണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്. അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ശരീരം നമുക്കെതിരെയും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് രോഗങ്ങളെല്ലാം തന്നെ വരികയുള്ള വലിയൊരു കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എനർജി ഇല്ലെങ്കിൽ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിനെ ഒന്ന് നിരീക്ഷിക്കാം. നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഫുഡ് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നോൺ വെജ് ഐറ്റംസ് കഴിക്കുകയാണോ? അന്നേരം ഇവിടെ നോൺ വെജിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്താണോ, നമ്മളെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന എന്താണോ അത് കഴിക്കുക. ഇപ്പം നോൺ വെജ് ഐറ്റംസ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യാനല്ല പറയുന്നത്, മറിച്ച് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസിനെ നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മനുഷ്യനെന്ന് പറയുന്നത് സസ്യബുക്കാണ്. എന്നാൽ ഇവല്യൂഷനിലൂടെ അല്ലെങ്കിൽ കുറേ പരിണാമങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് മനുഷ്യൻ ഇതേപോലെ തന്നെ നോൺ വെജ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നമ്മളെ പല്ലും അല്ലെങ്കിൽ നമ്മളെ കൈകളിലെ നഖങ്ങളും നിരീക്ഷിക്കാൻ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ഒരു മൃഗത്തെ ഇപ്പം മാംസ ബുക്ക് എന്ന് പറയുന്ന വിഭാഗമെല്ലാം തന്നെ എങ്ങനെയാണ്, നേരെ റോ ആയിട്ടുള്ള അല്ലെങ്കിൽ പച്ച മാംസമാണ് ഭക്ഷിക്കുന്നത്. ഒരിക്കലും മനുഷ്യന് പച്ച മാംസം ഭക്ഷിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, മനുഷ്യൻ്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കണ്ടില്ലേ, കൈകൾ ഒരു പഴം അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് എടുക്കാനും അത് കടിച്ചെടുക്കാനുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. അതായത് ബേസിക്കലി മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയനാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നോൺ വെജ് കഴിച്ചോളൂ, മറിച്ച് നോൺ വെജിനോടൊപ്പം തന്നെ കഴിയുന്നതും കൂടുതലായിട്ട് വെജിറ്റബിളായ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു കാര്യം, അതായത് നിങ്ങൾ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ നല്ലതാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്കൊരു മാറ്റം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറമേ നിന്നുള്ള ഫുഡ് ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ഹോംലി ഫുഡ് കഴിക്കാൻ തുടങ്ങിയ ശേഷം ശരീരത്തിന് ഊർജ്ജം വന്നിട്ടുണ്ട്. അന്നേരം നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ കഴിയുന്ന ഒരു ബോക്സിൽ നിങ്ങൾ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജ്ജ വ്യവസ്ഥയെ നിങ്ങളെ കൃത്യമായ രീതിയിൽ ബാധിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ബ്രീത്തിങ് എന്നുള്ളതാണ്. കാരണം ശരീരത്തിൽ പ്രാണമയ കോശം നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രാണമയ കോശം നിങ്ങൾ കുറവാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പ്രാണിക് എനർജി ഉണ്ടാവില്ല. അതുകൊണ്ട് ദീർഘമായി ശ്വസിക്കാനും അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ഒരു 5-10 മിനിറ്റ് ഡെയിലി ഒന്ന് ഇരുന്നിട്ടോ അല്ലെങ്കിൽ നിന്നിട്ടോ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട്. ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാണമയ കോശം. കാരണം എന്താണ്, നമ്മൾ ശ്വാസം വളരെ നാരോ ആയിട്ടാണ് ശ്വസിക്കുന്നത്. ഡീപ്പ് ബ്രീത്ത്, ഒരു 5 ബ്രീത്ത് എടുത്തിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും തന്നെ ശരീരത്തിൽ ഊർജ്ജം വരുന്നതായിട്ട് നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്, നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജീസ് കൊണ്ട് നിങ്ങൾ നെഗറ്റീവായ ആൾക്കാരിലേക്ക് പോവുകയാണെങ്കിൽ അവരെ എനർജിയെ നിങ്ങൾ സക്ക് ചെയ്ത് തീർത്തിട്ട് നിങ്ങൾക്ക് അവരെ എനർജി നിങ്ങളിലേക്ക് തരികയാണ് ചെയ്യുക. അത് നിങ്ങൾ ഫ്രണ്ട് സർക്കിളിലൊന്ന് നിരീക്ഷിക്കുക. നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണോ, നിങ്ങൾക്ക് പോസിറ്റീവാണ് ചെയ്യുന്നത്, അവരുമായിട്ട് മാത്രം കൂട്ടുകൂടാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട് എനർജി ഉണ്ടാവും. നിങ്ങൾ നെഗറ്റീവ് എനർജി ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ബാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഊർജ്ജത്തോടെ നിൽക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരായിരിക്കും സൗകര്യമുണ്ടാകുക എന്ന് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു സോ മച്ച്.